കഥ പാതി വഴിയിൽ 4-ാം ഭാഗം. അവതരണം ഷെറിൻ നൗഷ. അമ്മ അങ്ങനെയൊക്കെ പറയും. ഈ മാസം കൂടി മരുന്ന് കഴിച്ച് സർജറി വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. പൈസയുടെ കാര്യമോർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ഞാൻ ഇന്ന് അശോകൻ സാറിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കട്ടെ. സാറ് നമ്മളെ സഹായിക്കാതിരിക്കില്ല. അഭിരാമി പ്രതീക്ഷയോടെ അകത്തേക്ക് കയറിപ്പോയി. ഓഫീസിൽ മഹേഷിന് വർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൻ്റെ മനസ്സിൽ മുഴുവൻ സമാധാനവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ജീവിതം കൈവിട്ടു പോയ അവസ്ഥ. അവൻ വൈകിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീടിൻ്റെ മുകളിൽ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് അവൻ പുറത്തേക്ക് നോക്കി. റോഡിലൂടെ തിരക്കിട്ട് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നോക്കിക്കൊണ്ട് അവൻ ഏറെ നേരം അവിടെ തന്നെ ഇരുന്നു. ഇതേ സമയം അഭിരാമി അശോകൻ സാറിനെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തിയിരുന്നു. അവൾ വീടിൻ്റെ മുൻവശത്ത് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ദേവകി അമ്മയും അശോകൻ സാറും ഒരുമിച്ചാണ് മുൻവശത്തേക്ക് ഇറങ്ങി വന്നത്. അഭി എന്താ ഈ വൈകിട്ട് വന്നത്? നിൻ്റെ അമ്മയ്ക്ക് സുഖമായോ? ദേവകി അവളുടെ അടുത്തെത്തി. ഇല്ല ആൻറ്റി, അമ്മയ്ക്ക് സുഖമായിട്ടില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്. വേദന കുറവുണ്ടെന്ന് പറയുന്നു. പക്ഷേ സർജറി വേണ്ടി വരുമെന്ന ഡോക്ടർ പറഞ്ഞത്. അവൾ പതിയെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ ഇനിയും ലീവ് പറയാൻ വന്നതാണോ? അശോകൻ മുൻവശത്തെ ചാരുകസേരയിൽ അമർന്നിരുന്നു. അല്ല സാറേ, ലീവ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. സർജറിക്ക് 1,00,000-ലധികം രൂപ വേണ്ടി വരുമെന്നാ പറഞ്ഞത്. അത്രയധികം കാശ് എനിക്ക് കൂട്ടിയാൽ കൂടത്തില്ല. അഭിരാമിയുടെ മുഖം താണുപോയി. മോളെ അഭിരാമി, താൻ വിഷമിക്കാതിരിക്കേ. അമ്മയ്ക്ക് സർജറിക്കുള്ള കാശ് നമുക്ക് ശരിയാക്കാം. അതോർത്ത് ഇനി പേടിക്കണ്ട. പക്ഷേ തരുന്ന കാശിനൊക്കെ ഒരു കണക്ക് വേണം. ഇപ്പം തന്നെ ഞാൻ ഒരുപാട് തന്നു. എല്ലാം നിനക്ക് ഓർമ്മയില്ലേ? അയാളുടെ ചോദ്യം കേട്ട അഭിരാമി തലയനക്കി. ഈ വീട്ടുജോലിയെടുത്ത് നീ ഇതൊക്കെ എപ്പോൾ വീട്ടാനാ? തൽക്കാലത്തേക്ക് ഞാൻ നിനക്ക് മറ്റൊരു ജോലി തരാം. നമ്മുടെ ടൗണിലെ റിസോർട്ടിൽ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾ നാട്ടിൽ പോയിരിക്കുക. അയാൾ വരുന്നത് വരെ ഒരു 2 ആഴ്ച നിനക്കവിടെ നിന്നൂടെ? അശോകൻ്റെ ചോദ്യം കേട്ട അഭിരാമി സംശയത്തോടെ അയാളെ നോക്കി. പേടിക്കാനൊന്നുമില്ല. റിസോർട്ടിൽ താമസിക്കാനെത്തുന്നത് ഫാമിലി ആയിട്ടാണ്. അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ക്ലീനിങ് ജോലി ഉണ്ടാകും. അവിടെ സ്റ്റാഫിന് താമസിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെ തനിക്ക് കൂട്ടിന് അവിടെ ഒരു സെക്യൂരിറ്റിയും ഉണ്ട്. ഒന്നും പേടിക്കാനില്ല. സ്റ്റാഫ് ഇല്ലാതെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ പറഞ്ഞു വിടേണ്ടി വരും. എന്നാൽ നീ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല. അഭിരാമിക്ക് ഒരു തീരുമാനം പറയാൻ കഴിഞ്ഞില്ല. റിസോർട്ടിൽ താമസിച്ചു കൊണ്ട് വർക്ക് ചെയ്യേണ്ടി വരും. അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. തനിയെ വിട്ടിട്ട് പോവാൻ പറ്റുമോ? സാറേ, ഞാൻ അമ്മയോട് പറഞ്ഞ് സമ്മതാക്കി നാളെ മുതൽ വരാം. പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ അവൾ റിസോർട്ടിലേക്ക് പോവാമെന്നുറപ്പിച്ചു. അഭിരാമി അശോകനോടും ദേവകിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും റോഡിലേക്ക് നടന്നു. ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്ന മഹേഷ് ഒരു നിമിഷം അഭിയുടെ മുഖം കണ്ടു. അവൾ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി പോവുകയാണ്. മഹിയുടെ മനസ്സിലേക്ക് അവൻ്റെ കോളേജ് ലൈഫ് ഓടി വന്നു. കോളേജിൽ ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളുടെ ഹീറോ ആയിരുന്നു താൻ. എന്നാൽ തൻ്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും രാവിലെ തൻ്റെ വീട്ടിൽ കനകമ്മയ്ക്കൊപ്പം എത്തിയിരുന്ന തുമ്പപ്പൂ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ അമ്മയ്ക്കൊപ്പം ചേർന്ന് തൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും വൃത്തിയായി ചെയ്യുമായിരുന്നു. മഹിയുടെ ആ കാലത്തിലെ പ്രണയം മുഴുവനും അവളോടായിരുന്നു. ചോർന്നൊലിക്കുന്ന കൂരയിൽ താമസിച്ചിരുന്ന അവൾക്ക് കോളേജും പഠനവും ഒന്നും സാധിക്കുമായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ അവൾ അമ്മയ്ക്കൊപ്പം മഹിയുടെ വീട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മഹി അവളോടുള്ള പ്രണയം എന്നും മനസ്സിൽ സൂക്ഷിച്ചു വച്ചു. ഒടുവിൽ വിവാഹപ്രായമെത്തിയ മഹേഷ് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി അഭിരാമി എന്ന ആ സുന്ദരി പെൺകിടാവിൻ്റെ അരികിലെത്തി. മഹിസാർ എന്താ ഇവിടെ? അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അഭി, ഞാൻ നിന്നോടൊന്ന് തനിച്ച് സംസാരിക്കാൻ ഒരുപാട് നാളായി ശ്രമിക്കുന്നു. നിന്നെ കനകാൻ്റിക്കൊപ്പം മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഈ സമയത്ത് നീ അമ്പലത്തിൽ പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിവിടെ കാത്തിരിക്കായിരുന്നു. മഹേഷ് അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി. അവൾക്കൊന്നും മനസ്സിലായില്ല. മഹിസാർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് അല്പം കൂടി പിന്നിലേക്ക് മാറി നിന്നു. അഭി,
ചെറിയ പ്രായം തൊട്ടേ ഞാൻ നിന്നെ കാണുന്നതാണ്. എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്. ഇഷ്ടമെന്ന് പറഞ്ഞ പ്രണയം. കണ്ണടച്ചാൽ എൻ്റെ സ്വപ്നങ്ങളിൽ നീ ഓടി വരുന്നു. കണ്ണു തുറന്ന എൻ്റെ വീട്ടുമുറ്റത്ത് നീ ഓടിക്കളിക്കുന്നു. എനിക്കിനിയും ഇത് മനസ്സിലിട്ട് നടക്കാൻ വയ്യ. അബി, നിന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പപ്പയോട് സംസാരിക്കുന്നതിന് മുമ്പ് നിനക്കെന്നെ ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അഭിരാമി കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഒരു സ്വപ്നലോകത്തായിരുന്നു. അശോകൻ സാറിൻ്റെ രണ്ടാൺമക്കളിൽ ഇളയവനാണ് മഹേഷ്. നല്ല സ്വഭാവമുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ. എത്ര വട്ടം മഹേഷിൻ്റെ മുഖം നോക്കി വെറുതെ ആശയോടെ നിന്നിട്ടുണ്ട്. മാത്രമല്ല, മഹിയെ കണ്ടാൽ ഏത് പെൺകുട്ടിയും ഒന്ന് നോക്കിപ്പോവും. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മഹിയുടെയും തൻ്റെയും ജീവിതം എങ്ങനെ ഒന്നാവും? രാവിൻ്റെയും പകലിൻ്റെയും വ്യത്യാസമില്ലേ അവയ്ക്ക് രണ്ടിനും? ഒരിക്കലും ശരിയാവില്ല. അവൾ മഹിയോട് മറുപടിയൊന്നും പറയാതെ മുന്നോട്ട് നടന്നു. സ്വർഗതുല്യമായ ജീവിതമാണ് മഹി തൻ്റെ മുൻപിലേക്ക് വച്ച് നീട്ടുന്നത്. എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. മഹി അവൾക്ക് പിന്നാലെ തന്നെ നടന്നു ചെന്നു. അബി, നീ ഇന്ന് മുഴുവനും ആലോചിച്ചോളൂ. നാളെ ഞാൻ വീണ്ടും വരും. അപ്പോൾ എനിക്കൊരു മറുപടി തന്നാൽ മതി. അവൻ പുഞ്ചിരിയോടെ അവൾക്കടുത്തു നിന്നും തിരിഞ്ഞു നടന്നു. അവൾ ദൂരേക്ക് പോയി മറയുന്നത് വരെ മഹേഷ് അവിടെ തന്നെ അവളെയും നോക്കി നിന്നു. പെട്ടെന്നാണ് അവൻ്റെ തോളത്ത് ഒരു കൈ വന്ന് പതിച്ചത്. മഹി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ ഏട്ടനായ ദിലീപായിരുന്നു അത്. ദിലീപേട്ടാ, എന്താ ഇവിടെ? മഹി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് തന്നെയാ മഹി ഞാൻ തന്നോടും ചോദിക്കുന്നത്. താനെന്താ ഇവിടെ? നമ്മുടെ വീട്ടിലെ ജോലിക്കാരിയുടെ മോളല്ലേ ആ പോയത്? ദിലീപ് അഭിരാമി പോയ വഴിയിലേക്ക് നോക്കി. അതെ ഏട്ടാ, ഞാൻ അവളെ കാണാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാം എല്ലാവരോടും പറയാൻ നിൽക്കായിരുന്നു ഞാൻ. എനിക്ക് അഭിരാമിയെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആ കാര്യം അവളോട് പറയാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. ഏട്ടൻ വന്നത് ഏതായാലും നന്നായി. ഏട്ടൻ പപ്പയോട് പറഞ്ഞ് ഈ വിവാഹം നടത്തി തരണം. മഹേഷിൻ്റെ വാക്കുകൾ കേട്ട ദിലീപിൻ്റെ മുഖത്ത് ഒരു നടുക്കം പ്രത്യക്ഷമായി. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഉടനെ വരാം.